കടച്ചക്ക വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ അത് കഴിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കടച്ചക്ക കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അരമുറി തേങ്ങ ഇതുപോലെ ചെറുതാക്കി ചിരവിയെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പിലയും തേങ്ങയും കൂടെ ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി വറുത്തെടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്ത മസാലക്കൂട്ട് ചൂടാറാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും 3 തക്കാളി, 2 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി എല്ലാം കൂടെ ചെറുതായിട്ട് അരഞ്ഞിട്ട് നമ്മൾ കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള ഈ മസാലക്കൂട്ട് നന്നായിട്ട് അരച്ചിട്ട് അതും കൂടെ ഒഴിക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഒപ്പം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ ഒരു സവാള അരിഞ്ഞതും ഒപ്പം തന്നെ കടച്ചക്കയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. കറിയുടെ അവസാനത്തെ മിനുക്കുപണിക്ക് വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് അതും കൂടെ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിൽ വെച്ച് വേവിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.